പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി.എഡ് കോളേജുകൾ, അതുപോലെ തന്നെ അതിൻ്റെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ ബി.എഡ് അഡ്മിഷൻ, കൊമേഴ്സ് ഒഴികെയുള്ള മറ്റു സ്ട്രീമുകളുടെ ബി.എഡ് അഡ്മിഷൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാളെ പബ്ലിഷ് ചെയ്യും. നാളെ ജൂലൈ 17 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക. അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ, ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ അത് തന്നെ മാൻഡേറ്ററി ഫീ അടക്കുക. അതിൻ്റെ കൂടെ തന്നെ ജൂലൈ 17 മുതൽ 20 വരെ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ദർ ഇസ് നോ ടെമ്പററി അഡ്മിഷൻ. ഒരിക്കലും ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൂടി അധികമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടും. അതിനുള്ള പ്രധാന കാരണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ പല വിദ്യാർത്ഥികളും ആദ്യം അപേക്ഷിച്ച വിദ്യാർത്ഥികളായിരിക്കും. പക്ഷേ അവർക്ക് MG യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ബി.എഡിന് അഡ്മിഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടും. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. എഡിറ്റിംഗ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ ഉള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ളൊക്കെ അവസരമുണ്ട്. അത് ജൂലൈ 17 മുതൽ 20 വരെയാണ് അതിനുള്ള സമയം. ക്ലാസ്സുകൾ തുടങ്ങാൻ പറഞ്ഞ ഡേറ്റ് ജൂലൈ 10 തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില കോളേജുകളൊക്കെ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ദിവസങ്ങളിൽ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസരമുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഓഗസ്റ്റ് 8 ഇതിൻ്റെ അഡ്മിഷൻ പ്രക്രിയ ക്ലോസ് ചെയ്യും. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളെയും അതിലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം റാങ്കുള്ള ആൾ ആദ്യം വിളിക്കും. പിന്നീട് അടുത്തടുത്ത ആളുകൾ അങ്ങനെ വിളിച്ചിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന സീറ്റ് ഫില്ല് ചെയ്യുന്നതിനുള്ള അഡ്മിഷൻ പ്രക്രിയയാണ്. ഓക്കെ, താങ്ക് യു.